തലേ തേങ്ങ വീണ പോലെ തോന്നിയൊരു പരിപാടിയാണ് വ്ളോഗ് എടുക്കലെന്ന് പറഞ്ഞാൽ. അതെൻ്റെ ഈ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് എന്തിനാന്ന് പോലും എനിക്കറിയില്ല, ചുമ്മാ അങ്ങ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പം മുതൽ തുടങ്ങിയ പരിപാടിയാണ് എടുക്കൽ. ഈ ചേട്ടന്മാരെ എടുത്തു, ആ ചേട്ടന്മാരെ എടുത്തുകൊണ്ടെന്ന് പറയുന്ന ബംഗാളി ചേട്ടന്മാരുണ്ട്, അവരെടുത്തു. ബസ് കയറി, ബസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്തു. അപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം എടുത്തു. എടുക്കലായി. പിന്നെ സൈഡായി, അപ്പുറമായി ഇപ്പുറമായി. ലാസ്റ്റ് ഒരു ചേട്ടൻ നോക്കുന്നുണ്ട് പോയി. എനിക്കെന്തോ ഒരു നാണം തോന്നി, ഞാനങ്ങ് നിർത്തി. എന്തിനാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എൻ്റെ സ്ഥലം എത്തിയപ്പോൾ ഞാൻ നൈസിനങ്ങ് ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡും ക്രോസ് ചെയ്തു. അവിടെയെല്ലാം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നൈസിനാണ് ഞാൻ വീഡിയോ എടുത്തത്. നേരെ എൻ്റെ വണ്ടിയുടെ അടുത്ത് വന്നു. ഇത് കണ്ടില്ലേ കീയൊക്കെ, എൻ്റെ ആക്റ്റീവയാണ് കേട്ടോ, സ്കൂട്ടിയാണ്. അവിടെ വന്നു എൻ്റെ വണ്ടിയുടെ അടുത്ത് അപ്പുറം കുറേ വണ്ടികളൊക്കെ വെച്ചു. കുറച്ച് ബുദ്ധിമുട്ടി അങ്ങ് കയറി. പിന്നെ കുറേ പോസൊക്കെ ഇട്ടു. ഒരു വ്ളോഗല്ലേ, ഇരിക്കട്ടെ എന്ന് വെച്ച് ചുമ്മാ അങ്ങ് എടുത്തു. പിന്നെ കണ്ടില്ലേ, ഞാൻ വണ്ടി എടുത്ത് നേരെ തിരിച്ചു. വരുന്ന വഴിക്ക് ആൾക്കാരെല്ലാം എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവൻ എന്താ പതിവില്ലാണ്ട് ഫോണും വെച്ച് കളിക്കുന്നത്. പിന്നെ നല്ല ഭംഗിയുള്ള പൂവൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങ് എടുത്തു കേട്ടോ. എന്തിനാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ കണ്ടില്ലേ, ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങളുടെ തന്നെ നാട്ടിൽ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ആ കാണുന്നത് പൊന്മുടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ്. മഴക്കാലത്ത് നല്ല മഞ്ഞ് മൂടി നിൽക്കും, നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അപ്പോഴേക്കും ഞാൻ വീടെത്തിയപ്പോൾ കണ്ടില്ലേ, അവിടെ ആരോ നിൽക്കുന്നു. നോക്കിയപ്പോൾ അമ്മ തന്നെയാണ്. പിന്നെ ഞാൻ പതിയെ വണ്ടി അവിടെ കൊണ്ടങ്ങ് പാർക്ക് ചെയ്തു. എന്നിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോകും. അങ്ങനെ അവിടെ നേരെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവരെന്തോ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്നപ്പോഴാണ് കാണാം ചേച്ചിയുടെ മോളും വന്നു. കണ്ടില്ലേ, ആദ്യം അവൾ വന്നില്ലെങ്കിൽ പിന്നെ അവൾ വന്നു എല്ലാവരോടും നോക്കിയപ്പോൾ ആ പാട്ടുകളൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ. അവിടെ കീഴിലങ്ങ് സെറ്റായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാറ് വന്ന് ഞാനും അമ്മയും അവളോട് നൈസിന് അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടായി. ആ സമയത്താണ് മാമൻ വിളിച്ചതും ഞാൻ പിന്നെ മാമൻ്റെ വീട്ടിലേക്ക് ചെന്നതും. അവിടെ എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി ചെന്നതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ കാണാം മാമൻ ചുമ്മാ വെറുതെ വിളിച്ചതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പണികളെല്ലാം കണ്ടുകൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കാണാം വരുന്നു ആ വണ്ടി. പിന്നെ അവിടെ നിന്ന് നൈസിന് വീട്ടിലേക്ക് നടന്നു. നോക്കിയാൽ 3 പേരും ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയുക. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ കടയിൽ വന്നു. ഇതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന കട, ഒരു മെഡിക്കൽ സ്റ്റോറാണ്. അവിടെ വന്നിരുന്നു വെറുതെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ കടയിൽ നിന്ന് അങ്ങ് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക്. ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. ജസ്റ്റ് തുടങ്ങിയല്ലേ ഉള്ളൂ, നമുക്ക് ചെറുതായിട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ആവാമല്ലോ.